കേരള സ്റ്റോറി 2 ഇതിൻ്റെ ട്രെയിലർ കണ്ടതിന് ശേഷമുള്ള റിയാക്ഷൻ അല്ല, ഭയങ്കര വിഷമം തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, കേരള സ്റ്റോറി അതിൽ തന്നെ ഒരു വർഗീയത ഭയങ്കരമായിട്ട് നിറച്ചായിട്ട് പോകും. നമ്മൾ കേരള സ്റ്റോറി നല്ല രീതിയിൽ ഗംഭീരമായിട്ട് കാണിച്ച കുഴപ്പമില്ല. ഇപ്പം എല്ലാ സംസ്ഥാനങ്ങൾക്കും മനുഷ്യന്റെ കൂട്ടം എല്ലാ സംസ്ഥാനങ്ങൾക്കും നേട്ടവും കോട്ടവും ഒക്കെ ഉണ്ട്. ഒരുപാട് കോട്ടങ്ങൾ കാണും, അതോടൊപ്പം നേട്ടങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ആലിൻ എന്ന് പറഞ്ഞ കുട്ടി അപകടത്തിൽ മരണപ്പെട്ടിട്ട് അതിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത് 5 പേർക്ക് പുതുജീവൻ നൽകിയ സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിനെ ഇത്രയും വൃത്തികേടായിട്ട് ഇപ്പോൾ കേരള സ്റ്റോറി ആദ്യത്തെ ഞാൻ കണ്ടതാണ്, അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ പാടാണ്. കേരള സ്റ്റോറി 2 അതിനെക്കാട്ടി വർഗീയത വേഷം കുത്തി നിറയ്ക്കുകയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാം ഒരു രീതിയിലൊക്കെയാണ് പോകുന്നത്. ബാക്കി ഞാൻ ചോദിക്കുന്നത്, ഇതേപോലെ തമിഴ്നാട് സ്റ്റോറിന്നോ ഉത്തർപ്രദേശ് സ്റ്റോറിന്നോ ഡൽഹി സ്റ്റോറിന്നോ വരെ ഇട്ടുകൊണ്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങത്തില്ല. അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നതാണ് അവിടുത്തെ ആ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത. കേരളത്തിൽ അതില്ല. അതാണ് ഈ കേരള സ്റ്റോറി 2 ഒക്കെ ഇവിടെ ഇറങ്ങുകയും അതിനെക്കുറിച്ച് വിജയിപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെയും അല്ലെങ്കിൽ ഒരു പാർട്ടിയിലെ ഒന്നും പ്രവർത്തനം ഒന്നുമല്ല, ഞാനൊന്നിനും വിശ്വസിക്കുന്നുമില്ല കാര്യത്തിൽ. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഇതിനകത്ത് തന്നെ ഒരു സീനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ട്രെയിലർ കാണുമ്പോൾ കേരള സ്റ്റോറി 2 നടിച്ചു നോക്കിയ ട്രെയിലർ കാണുമ്പോൾ അറിയാം, ബീഫ് കൊടുക്കുന്നത്. ഈ ബീഫ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഭക്ഷണത്തിലൊന്നും. നല്ല ചൂട് പൊറോട്ടയും ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പ്രത്യേകിച്ച് ഇങ്ങനെ കൊണ്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കഴിച്ചു പോകും. ഇതൊക്കെ വർഗീയമായി ചിത്രീകരിക്കാനും ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ചിത്രീകരണമാണ് ഇപ്പോൾ അടുത്ത പാട്ടെന്നുള്ള ഉറപ്പാണ്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല കളക്ഷൻ കിട്ടുമായിരിക്കും, പക്ഷെ വളരെ മോശം സംസ്കാരമാണ് ഈ സിനിമയിലൂടെ ഇത് കാണിച്ചു പോകുന്നത്. ഇനിയെങ്കിലും അടുത്ത പാട്ടെങ്കിലും കേരള സ്റ്റോറി കേരളമെങ്കിലും എടുത്തങ്ങ് കളയുക. നമ്മൾ ഒരുപാട് ഇതിനെയൊന്നും ഒപ്പോസ് ചെയ്യാൻ രാഷ്ട്രീയ കക്ഷികൾ തിരിച്ചു വരുത്തില്ലെന്നുള്ളതാണ്. എല്ലാവരും ലാസ്റ്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ ഇത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒപ്പോസ് ചെയ്തൊന്നും കേരളത്തിൽ റിലീസ് ചെയ്യരുത്. ഇത് കാണുന്ന ഒരു വിഭാഗവും കാണാത്ത വിഭാഗങ്ങളൊക്കെ പിന്നീട് യൂട്യൂബിലും ഒക്കെ കാണുകയൊക്കെ ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞ വട്ടം നാഷണൽ അവാർഡ് വരെ കിട്ടിയതാണ് കേരള സ്റ്റോറി. ഇത് ഓസ്കാർ ലെവൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും വൃത്തികെട്ട വർഗീയ വിഷം കുത്തി നിറയ്ക്കുന്ന ഒരു ട്രെയിലറാണ് കേരള സ്റ്റോറി 2. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയുക.